പ്രശാന്ത സുന്ദരമായ ചാലിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രധാന ഗ്രാമപഞ്ചായത്താണ് മാവൂർ. വ്യാവസായിക ചരിത്രവും കാർഷിക പാരമ്പര്യവും ഒത്തുചേരുന്ന ഈ പ്രദേശം ഗ്രാമീണതയും നാഗരികതയും ഇടകലർന്ന ഒരു ജനപഥമാണ്. ഗ്വാളിയോർ റയോൺസ് ഫാക്ടറിയുടെ സാന്നിധ്യം കൊണ്ട് കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ ഇടം പിടിച്ച മാവൂർ ഇന്ന് വിദ്യാഭ്യാസ, സാംസ്കാരിക, കാർഷിക രംഗങ്ങളിൽ പുതിയ മുന്നേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. 20.48 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ പഞ്ചായത്ത് കോഴിക്കോട് താലൂക്കിൽ കുന്നമംഗലം ബ്ലോക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. മലപ്പുറം ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന മാവൂറിന്റെ ഭൂപ്രകൃതിയെ ചാലിയാർ, ചെറുപുഴ എന്നീ നദികൾ സമ്പന്നമാക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ മാവൂർ ഗ്രാമപഞ്ചായത്ത് അടിസ്ഥാന സൗകര്യ വികസനം, സാമൂഹ്യക്ഷേമം, കാർഷികം, വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. മാവൂർ ഗ്രാമപഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും മികച്ച പഞ്ചായത്തുകളിൽ ഒരു ഗ്രാമപഞ്ചായത്താണ്. മാവൂർ ഗ്രാമപഞ്ചായത്ത് ഒരു കാലഘട്ടത്തിൽ ഗ്രാസിമിന്റെ സാന്നിധ്യം കൊണ്ട് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന പഞ്ചായത്തായിരുന്നു. വരുമാന കാര്യത്തിലും ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്തുകളെ കൂട്ടത്തിൽ സ്പെഷ്യൽ ഗ്രേഡ് പഞ്ചായത്തുകളൊന്നായിരുന്നു മാവൂർ പഞ്ചായത്ത്. എന്നാലും ഇന്ന് ഗ്രാസിമിൻ്റെ അസാന്നിധ്യവും വരുമാനത്തിലെ കുറവും പഞ്ചായത്തിലുണ്ടെങ്കിൽ പോലും അതൊന്നും പൊതുസമൂഹത്തിനെ അറിയിക്കാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് സാധിച്ചു. അതിലെടുത്തു പറയേണ്ട ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നാട്ടിലെ ജനങ്ങൾക്ക് അവർക്ക് തൊട്ടറിയാവുന്ന രീതിയിൽ വികസനങ്ങൾ സാധ്യമാക്കുക എന്നുള്ളതാണ് പഞ്ചായത്ത് ഏറ്റവും മുൻകൈ എടുത്തുകൊണ്ട് ചെയ്തത്. അതിലുപരി പദ്ധതിയേതര പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, അത്തരം ഒട്ടനവധി പ്രവർത്തനങ്ങൾ മാവൂരിലെ പൊതുസമൂഹം വളരെ കൗതുകത്തോടും വളരെ ആവേശത്തോടും കൂടി നോക്കിക്കാണുന്ന ഒട്ടനവധി പദ്ധതികളുണ്ട്. നിർമ്മാണ മേഖലയിൽ പഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വയോജനങ്ങൾക്കായിട്ട്, ഭിന്നശേഷിക്കാർക്കായിട്ട്, അതുപോലെ തന്നെ പൊതുവിദ്യാലയങ്ങളുടെ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ പഞ്ചായത്ത് ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. ചെറുപ്പം മിനി സ്റ്റേഡിയം മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇന്ത്യയിൽ ആദ്യമായി ഒരു പഞ്ചായത്ത് ഇത്തരമൊരു മാതൃകയിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപപ്പെടുത്തിയാണ് ഇന്നത്തെ രീതിയിൽ കാണുന്ന രീതിയിലേക്ക് ഈ മിനി സ്റ്റേഡിയത്തെ മാറ്റിയത്. പിന്നീട് പല ഏജൻസികളും ത്രിതല പഞ്ചായത്തിലൊക്കെ അതിൽ പണം മുടക്കിയിട്ടുണ്ടെങ്കിലും ആദ്യമായി തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നാണ് വലിയൊരു തുക ആദ്യമായിട്ട് ഇതിനുപയോഗിക്കുന്നത്. ഇന്ന് കായിക പ്രേമികൾക്ക് അവിടെ ഏറ്റവും സൗകര്യപ്രദമായത് ഒരു ടോയ്ലറ്റ് കോംപ്ലക്സും കോഫി ഷോപ്പും കൂടി ഉൾപ്പെടുന്ന രീതിയിലുള്ള സംവിധാനം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ചെറുപ്പ ആശുപത്രിയിലുള്ള ഹാപ്പിനെസ് കോർണർ, മാവൂർ മണന്തലക്കടവ് റോഡിലുള്ള ഓപ്പൺ ജിംനാഷ്യം, മാവൂർ അങ്ങാടിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വയോജനങ്ങൾക്കായിട്ടുള്ള പാർക്ക്, മാവൂർ അങ്ങാടിയിലെത്തുന്ന പ്രായമുള്ളവരും അല്ലാത്തവരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഇരിക്കാനും വിശ്രമിക്കാനും സൗഹൃദങ്ങൾ പങ്കിടാനും ഒക്കെ പറ്റിയ ഒരു ഇടമായി അതിനെ മാറ്റുകയാണ്. സാംസ്കാരിക പ്രവർത്തകർക്ക് അവിടെ സാംസ്കാരിക പരിപാടികൾ, കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള ഒരു ഓപ്പൺ സ്റ്റേജ് കൂടി അവിടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാവൂർ രാജീവ് ഗാന്ധി കൺവെൻഷൻ സെൻറ്റർ 16,000 രൂപയാണ് വാടക. പാവപ്പെട്ട ആളുകൾക്ക് അവരുടെ മക്കളുടെ വിവാഹങ്ങൾ, വിശേഷങ്ങളൊക്കെ ആഘോഷിക്കാൻ ഏറ്റവും ചുരുങ്ങിയ പണത്തിന് ഏറ്റവും സൗകര്യം കൂടിയ ഒരു ഓഡിറ്റോറിയം നമുക്ക് വിഭാവനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആശുപത്രികൾ, ചെറുപ്പ ആശുപത്രിയിലെ ലാബ് സംവിധാനം ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ പഞ്ചായത്തും കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തും ചേർന്നുകൊണ്ട് അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കച്ചേരിക്കുന്നിലെ കുട്ടികൾക്കായിട്ടുള്ള പാർക്ക് ഇതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു സംഗതി തന്നെ. അതോടൊപ്പം തന്നെ നമ്മൾ നടപ്പിലാക്കുന്ന വിശപ്പുരഹിത മാവൂരിൽ വിശക്കുന്ന, പണമില്ലാത്ത കൊണ്ട് ഒരാൾ പട്ടിണി കിടക്കരുത് എന്നുള്ള മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വലിയൊരു കാഴ്ചപ്പാടിൻ്റെ പൂർത്തീകരണമാണ് പഞ്ചായത്തിൻ്റെയോ സർക്കാരിൻ്റെയോ യാതൊരു തരത്തിലുള്ള സാമ്പത്തിക സഹായമില്ലാതെ പൊതുജനങ്ങളെ മാത്രം സഹായം സ്വീകരിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതി ആരംഭിച്ചിട്ട് 6 മാസം പിന്നിട്ടു. അതുപോലെ തന്നെ നിത്യരോഗികളായിട്ടുള്ള ആളുകൾക്ക് മാസം തോറും സൗജന്യ മരുന്ന് കൊടുക്കുന്ന പദ്ധതി കഴിഞ്ഞ ആഗസ്റ്റ് 15-ന് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ മാവൂർ പഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിൽ എന്നല്ല കേരളത്തിലെ ഏറ്റവും ക്ഷേമപരമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന പഞ്ചായത്തുകളൊന്നായിട്ട് നമുക്ക് മാറാൻ സാധിച്ചു. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത 2000-ലധികം തൊഴിലാളികൾക്ക് അവർക്ക് 100 ദിന തൊഴിലുകൾ വിഭാവനം ചെയ്യുന്നതിനും അതുവഴി മാവൂർ പഞ്ചായത്തിൽ ഏകദേശം 7 കോടിയോളം രൂപ ഓരോ വർഷവും കൂലി ഇനത്തിലും മെറ്റീരിയൽസ് ഇനത്തിലുമായി ചെലവഴിക്കുക. അതുവഴി മാവൂരിൻ്റെ വ്യാപാര മേഖലയിൽ ഓട്ടോറിക്ഷക്കാർക്ക്, കച്ചവടക്കാർക്കൊക്കെ വലിയ രീതിയിലുള്ള ആശ്വാസമാകാൻ ഈ തൊഴിലുറപ്പ് പദ്ധതിയെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഇതിനൊക്കെ മാറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഇതിൽ നമുക്ക് കാണുന്ന പ്രത്യേകത. ഈ വികസന പ്രവർത്തനങ്ങളൊന്നും രാഷ്ട്രീയപരമായിട്ടൊരു വേർതിരിവില്ലാതെ 18 വാർഡുകളിലെ മെമ്പർമാർക്കും ഒരുപാട് വികസനം വിഭാവനം ചെയ്യുകയും ഫണ്ടുകൾ തുല്യമായി വീതിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് പഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷക്കാലമായി നടപ്പിലാക്കുന്നത്. ഈ പ്രവർത്തനങ്ങളൊക്കെ പഞ്ചായത്തിന് പ്രചോദനമായി, പഞ്ചായത്തിന് ശക്തിയായി നിൽക്കുന്നത് ഈ നാട്ടിലെ പൊതുസമൂഹത്തിൻ്റെ വലിയ രീതിയിലുള്ള പിന്തുണയാണ്. ആ പിന്തുണ മേലിലും മാവൂർ പഞ്ചായത്തിലെ ഭരണസമിതിക്ക് ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ തരുണത്തിൽ ഓർമ്മപ്പെടുത്താൻ.
അത്യാധുനിക സൗകര്യങ്ങളോടെ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പൊതുജനങ്ങൾക്ക് സുതാര്യവും വേഗതയേർന്നതുമായ സേവനം ഉറപ്പുവരുത്തുന്നു. ഇതിനായി മുഴുവൻ സേവനവും ഓൺലൈനായി നൽകുകയും എയർ കണ്ടീഷൻ, ലിഫ്റ്റ്, ടി.വി., കുടിവെള്ളം, ഹെൽപ്പ് ഡെസ്ക് ഉൾപ്പെടെ നവീകരിച്ച ഓഫീസ് സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്നതുമാണ്. സാധാരണക്കാരുടെ ആവശ്യം പരിഗണിച്ച് സമീപത്തെവിടെയും ലഭിക്കാത്ത ഏറ്റവും കുറഞ്ഞ വാടക നിരക്കിൽ നൽകിവരുന്ന രാജീവ് ഗാന്ധി കൺവെൻഷൻ സെന്റർ ആധുനികവൽക്കരിക്കുകയും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. മാവൂർ കോഴിക്കോട് ദേശീയ പാതയോരത്ത് പൊൻപറക്കുന്നിന് താഴ്വാരത്ത് മനോഹരമായ വിശ്രമ കേന്ദ്രവും കുടുംബശ്രീയുടെ ചായയും സ്നാക്സും വഴിയാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ഏറെ ഉപകാരപ്രദമാണ്. സമൂഹത്തിൽ ഏറ്റവും പരിഗണന ആവശ്യമായ ഭിന്നശേഷി വിദ്യാർത്ഥികളെയും ചേർത്ത് പിടിച്ച് മാവൂർ പഞ്ചായത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ സ്മാർട്ട് ക്ലാസ് റൂം, ഭിന്നശേഷിക്കാർക്കായി പ്രത്യേകം സജ്ജമാക്കിയ വിശാലമായ ക്ലാസ് മുറികൾ, ഡൈനിംഗ് ഹാൾ, സെമിനാർ ഹാൾ, പ്ലേ ഗ്രൗണ്ട്, രാവിലെയും ഉച്ചയ്ക്കും വിഭവസമൃദ്ധമായ ഭക്ഷണം, വാഹന സൗകര്യം എന്നിവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂളിന്റെ സുഗമമായ നടത്തിപ്പിന് അധ്യാപകർക്ക് പുറമെ ഫിസിയോ, സ്പീച്ച്, യോഗ തെറാപ്പികളുടെ സേവനവും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഭിന്നശേഷി കലോത്സവങ്ങളിൽ തുടർച്ചയായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സ്വന്തമായ ബാൻഡ് ടീം കൂടിയുണ്ട്. വിദ്യാർത്ഥികളുടെ മാനസിക വളർച്ചയ്ക്കും സാമ്പത്തിക ഉന്നമനത്തിനുമായി നെയ്ത്ത് യന്ത്രം ഉപയോഗിച്ചുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ, ബുക്ക്, പേപ്പർ, കുട നിർമ്മാണത്തിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. വിവിധ മത്സര പരീക്ഷകൾക്ക് ഉതകുന്ന തരത്തിൽ ഉൾപ്പെടെ 15,000-ഓളം പുസ്തകങ്ങളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുമായി പ്രവർത്തിക്കുന്ന ലൈബ്രറി ആധുനികവൽക്കരിക്കുന്നതിന് തുക വകയിരുത്തിയിട്ടുണ്ട്. കോഴിക്കോട് IIM-മായി സഹകരിച്ച് ലേണിംഗ് ഹബ്ബും ലൈബ്രറിയോട് അനുബന്ധിച്ച് പ്രവർത്തിക്കുന്നു. ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ സർക്കാർ വിദ്യാലയങ്ങളുടെയും അംഗനവാടികളുടെയും അടിസ്ഥാന വികസനത്തിനും ആധുനികവൽക്കരണത്തിനും പഞ്ചായത്ത് കൂടുതൽ പരിഗണന നൽകുന്നുണ്ട്. വിദ്യാലയങ്ങളിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും കമ്പ്യൂട്ടർ ലാബുകളും ഉറപ്പുവരുത്തും. പഞ്ചായത്തിലെ വിവിധ അംഗനവാടികളും ട്രാഡിൽ നിലവാരത്തിലേക്ക് ഉയർത്തിവരുന്നു. കോഴിക്കോട് ജില്ലയിലെ ആദ്യ സ്മാർട്ട് കൃഷിഭവനായി മാവൂർ കൃഷിഭവൻ. ഇത് കൃഷിയിൽ നമ്മുടെ പഞ്ചായത്തിൽ വൻ മുന്നേറ്റത്തിന് ആക്കം കൂട്ടും. സ്മാർട്ട് ആവുന്നതോടെ ഓഫീസിന്റെ പ്രവർത്തനം പൂർണ്ണമായും ഓൺലൈൻ ആവുകയും ആധുനികവൽക്കരിക്കുകയും ചെയ്തു. കർഷകർക്ക് സേവനങ്ങൾ സുതാര്യമായി വേഗത്തിൽ ലഭ്യമാക്കാൻ ഇതുകൊണ്ട് സാധിക്കും. 25 ഏക്കറോളം തരിശുഭൂമിയിൽ നമുക്ക് കൃഷി ഇറക്കാൻ സാധിച്ചു. നെൽകൃഷിയുടെ വിസ്തൃതി 20 ഹെക്ടറിൽ നിന്ന് 30-ലേക്ക് എത്തിക്കാൻ സാധിച്ചു. വിദ്യാർത്ഥികളെയും യുവാക്കളെയും കൃഷിയിലേക്ക് ആകർഷിക്കാൻ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചു. അഗ്രോ ക്ലിനിക് സ്ഥാപിച്ചു. പന്നിശല്യത്തെ തടയിടാൻ അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും സൗരവേലി പദ്ധതി അനുവദിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിനും ഗ്രാമവികസനത്തിനും ഒരുപോലെ അനിവാര്യമായ ഈ പ്രവർത്തനങ്ങൾ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ പ്രതീകമാണ്. ചെറുപുഴയോട് ചേർന്ന് വില്ലേരിത്താഴത്ത് 2.8 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമവനം മാവൂറിന്റെ എക്കോ ടൂറിസത്തിന് അനന്തമായ സാധ്യതകൾ തുറന്നിടുന്നു. 27 നക്ഷത്രങ്ങൾക്കായി ഔഷധ ഗുണങ്ങൾ അടങ്ങിയ 27 തരം വൃക്ഷങ്ങൾ കൊണ്ട് സജ്ജമാക്കിയ നക്ഷത്രവനം, കിഴക്കും കരക്കാവ്, പച്ചത്തുരുത്ത് എന്നിവയ്ക്കും ഗ്രാമപഞ്ചായത്ത് പ്രത്യേക പരിഗണന നൽകി സംരക്ഷിച്ചു വരുന്നു. ജില്ലാതലത്തിൽ പുരസ്കാരത്തിന് കിഴക്കും കരക്കാവിനെ തിരഞ്ഞെടുത്തിരുന്നു. കാവ് സംരക്ഷണത്തിന്റെ ഭാഗമായി കിടാപ്പിൽ കാവ് പുതിയ നക്ഷത്രവനത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചു വരുന്നു. ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ചെറൂപ്പ മിനി സ്റ്റേഡിയത്തിൽ സ്പോർട്സ് പ്രേമികളുടെ ആവശ്യമായ പവലിയൻ, കുടിവെള്ള സൗകര്യം, റിഫ്രഷ്മെന്റ് റൂം എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തി നേരത്തെ ഗ്രൗണ്ട് മണ്ണിട്ട് ലെവൽ ചെയ്തിരുന്നു. ഗ്രൗണ്ട് ഇന്നത്തെ നിലയിലേക്ക് ഉയർത്തിയതിന് തൊഴിലുറപ്പ് പദ്ധതിയിൽ മാവൂർ ഗ്രാമപഞ്ചായത്തിന് ദേശീയ അവാർഡും ലഭിച്ചിരുന്നു. വിവിധ കായിക ഇനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു വരുന്നു. MCH യൂണിറ്റ് ചെറൂപ്പ ആശുപത്രി കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ആരോഗ്യമേഖലയിലെ പ്രവർത്തനം നടന്നുവരുന്നത്. ചെറൂപ്പ ആശുപത്രിയിൽ 24 മണിക്കൂർ സേവനം പുനഃസ്ഥാപിക്കുകയാണ് ഗ്രാമപഞ്ചായത്തിന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായി ഫണ്ട് ചെലവഴിക്കുന്നതിന് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് അനുമതി നൽകി സർക്കാർ ഉത്തരവിറക്കി. ആയതിനുശേഷം ലാബ് ആധുനികവൽക്കരിക്കുകയും ജീവനക്കാരെ നിയമിക്കുകയും ഹാപ്പിനെസ് പാർക്ക്, ആരോഗ്യമേഖലയിലെ വിവിധ പ്രവർത്തനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ വികസിപ്പിക്കുകയും ചെയ്തു.
ആയുർവേദ ആശുപത്രി അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിടത്തിലേക്ക് മാറിയത് സേവനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് സഹായകരമായി. മികച്ച സേവനത്തിനും ഗുണനിലവാരത്തിനും ആശുപത്രിക്ക് കേന്ദ്ര സർക്കാരിന്റെ NABH അംഗീകാരം ലഭിക്കുകയുണ്ടായി. കുട്ടികളുടെ പഠനത്തിനും മാനസിക പ്രശ്നങ്ങൾക്കുമായി സ്പെഷ്യൽ OPകൾ നടത്തിവരുന്നു. മാവൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററായി ഏതാനും വർഷമായിട്ട് ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ആയുർവേദ സ്ഥാപനങ്ങളെയാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളായി ഉയർത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം അല്പം കൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് NABH അംഗീകാരത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഏതാനും ചില സ്ഥാപനങ്ങളിൽ ഒന്നാണ് മാവൂരിലെ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി. NABH അംഗീകാരം എന്ന് പറയുന്നത് ഗുണനിലവാരത്തിൻ്റെ മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ നൽകുന്ന അംഗീകാരമാണ്. അത് ഈ മാവൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ഇതിനോടകം നേടിക്കഴിഞ്ഞു. ഹോമിയോ ഡിസ്പെൻസറിയിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ നിലവിൽ വന്നു. AHIMS 2 സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് രോഗികളുടെ എല്ലാ വിവരങ്ങളും ചികിത്സയും ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിക്കാവുന്നതും സംസ്ഥാനത്തെ ഏത് ഡിസ്പെൻസറിയിലും തുടർ ചികിത്സ ലഭ്യമാക്കാവുന്നതുമാണ്. ഭിന്നശേഷി സൗഹൃദ ആശുപത്രിയായി സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. സാന്ത്വന പരിചരണത്തിന്റെ ഭാഗമായി അലോപ്പതി, ആയുർവേദ, ഹോമിയോ ആശുപത്രികൾക്ക് കീഴിൽ വിപുലമായ പാലിയേറ്റീവ് സൗകര്യങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട്. ഡോക്ടർ, നഴ്സ്, ആശാവർക്കർമാർ, വോളണ്ടിയേഴ്സ് എന്നിവരുൾപ്പെട്ട മികച്ച പാലിയേറ്റീവ് യൂണിറ്റ് കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്നു. പഞ്ചായത്തിലെ മാംസ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും പോത്തുവിതരണം, വനിതകൾക്ക് വീട്ടാവശ്യത്തിനും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും മുട്ടയുൽപാദനത്തിനായി അപേക്ഷിച്ച എല്ലാ ഗുണഭോക്താക്കൾക്കും മുട്ടക്കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. പേവിഷബാധ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി പഞ്ചായത്തിലെ വാർഡുകൾ കേന്ദ്രീകരിച്ച് തെരുവുനായകൾക്ക് പേവിഷബാധ കുത്തിവയ്പ് നൽകി. മൃഗചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നുകൾ സൗജന്യമായി വിതരണം ചെയ്യുന്നു. ക്ഷീരകർഷകർക്ക് സൗജന്യമായി ധാതു ലവണ മിശ്രിതവും വിരമരുന്നും വർഷാവർഷം നൽകി വരുന്നു. കിടന്നുപോയ ഉരുക്കളെ ഉയർത്തുന്നതിനായി കൗ ലിഫ്റ്റർ ഉപകരണം ഡിസ്പെൻസറിയുടെ പ്രവർത്തനത്തിന് സഹായകരമാകും. മാവൂർ ഗ്രാമപഞ്ചായത്തിലെ 18 വാർഡുകളിലെയും ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് എടുത്തു പറയത്തക്ക വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് MCFന് 2 കെട്ടിടമുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ മാവൂർ പഞ്ചായത്തിൻ്റെ കെട്ടിടം, ഷോപ്പിംഗ് കോംപ്ലക്സ്, പിന്നെ നമ്മുടെ മാവൂർ പഞ്ചായത്തിനെ നല്ല ഒരു സുന്ദര മാവൂർ പഞ്ചായത്ത് ആക്കുന്നതിന് ഭാഗമായിട്ട് നമ്മൾ ഒരു പാർക്ക് നിർമ്മിക്കുന്നുണ്ട്. ആ പാർക്ക് നമുക്ക് ഉദ്ദേശിക്കുന്നത് വയോജനങ്ങളായാലും ചെറുപ്പക്കാരായാലും നമ്മുടെ ആ പാർക്കിൽ വന്ന് നമ്മുടെ സൗഹൃദങ്ങൾ പങ്കിടുവാനും നമ്മുടെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയാക്കി മാറ്റുന്നതിന് ഭാഗമായിട്ടാണ് നമ്മൾ പാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ മാവൂർ പഞ്ചായത്തിലെ ആയുർവേദ ഹോസ്പിറ്റൽ NABH അംഗീകാരം കിട്ടിയ ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ്. അതും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വികസന പ്രവർത്തനത്തിൽ പെട്ടതാണ്. കൂടാതെ ചെറുപ്പ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് ഒരു ഹാപ്പിനെസ് പാർക്ക് നിർമ്മിക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ 29 അംഗനവാടികളിലും നമ്മുടെ മാവൂർ പഞ്ചായത്ത് 29 അംഗനവാടി ഉണ്ട്. അതിൽ ക്രാഡൽ അംഗനവാടിയായിട്ടുള്ള അംഗനവാടികളുണ്ട്. പിന്നെ അതിൽ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ മാവൂർ പഞ്ചായത്തിന് ഈ കാലയളവിൽ നമ്മൾ നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. വയോജന സൗഹൃദ പഞ്ചായത്താകുന്നതിന്റെ ഭാഗമായി മാനസികോല്ലാസം നൽകുന്നതിനായി പകൽ വീട്, ഓപ്പൺ ജിം, കട്ടിൽ വിതരണം, വയോജന കലോത്സവം എന്നിവയോടൊപ്പം ബസ് സ്റ്റാൻഡിന് സമീപം വയോജന പാർക്കിന്റെ പണിയും പുരോഗമിക്കുന്നു. സ്വപ്നവും കണ്ടു വെറുതെ ഞാനെന്തിനെരിയും വെയിലത്ത് കയ്യിലും കൊത്തി നടക്കണ്. ഗർഭിണികളുടെയും അമ്മമാരുടെയും കുട്ടികളുടെയും ആരോഗ്യ ഉന്നമനത്തിനായി അങ്കണവാടികളിലൂടെ പോഷകാഹാരം വിതരണം ചെയ്യുന്നു. ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിലെ മികവാർന്ന പ്രകടനത്തിന് വിവിധ അംഗീകാരങ്ങൾ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ട്. തരിശുഭൂമി കൃഷിക്ക് അനുയോജ്യമാക്കി കാർഷിക മേഖലയിലെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളായ തെങ്ങിൻ തൈ നഴ്സറി, പൂവ് കൃഷി, നെൽകൃഷി, കുറുന്തോട്ടി, തീറ്റപ്പുൽ കൃഷി,
പച്ചക്കറി കൃഷി എന്നിവ മികച്ച രീതിയിൽ നടപ്പിലാക്കാൻ സാധിച്ചു. കൃഷിയിടങ്ങളിലേക്ക് ജലം എത്തിക്കുന്നതിന് തോടുകളുടെ പാർശ്വഭിത്തി കയർ ഭൂവസ്ത്രം വിരിച്ച് സംരക്ഷിക്കുന്നു. മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി പഞ്ചായത്തിലെ വാർഡുകളിൽ മിനി MCF സ്ഥാപിച്ചു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി വ്യക്തികൾക്ക് കോഴിക്കൂട്, ആട്ടിൻകൂട്, കാലിത്തൊഴുത്ത്, കമ്പോസ്റ്റ് പിറ്റ്, സ്റ്റോക്ക് പിറ്റ്, അസോള ടാങ്ക്, കിണർ റീചാർജിംഗ് പദ്ധതികളും 6,77,720 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാനും സാധിച്ചു. ആസ്തി നിർമ്മാണത്തിന്റെ ഭാഗമായി 226 ഗ്രാമീണ പാതകൾ കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കാൻ സാധിച്ചു. ജലസംരക്ഷണത്തിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിലെ വിവിധ തോടുകൾ സൈഡ് കെട്ടി സംരക്ഷിച്ചു. പ്രകൃതിക്ഷോഭ സമയത്ത് സംരക്ഷണ കവചം ഒരുക്കുന്നതിനായി സൈക്ലോൺ ഷെൽട്ടർ സ്ഥാപിച്ചു. വിദ്യാലയങ്ങളിൽ അടുക്കളപ്പുരയും കുടുംബശ്രീ സ്വയം സഹായ സംഘങ്ങൾക്ക് തൊഴിൽശാലയും നിർമ്മിക്കാൻ സാധിച്ചു. മാലിന്യ സംസ്കരണം കാര്യക്ഷമമായി നടത്തുന്നതിനായി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ 2 MCF പ്രവർത്തിക്കുന്നുണ്ട്. കൺവെയർ ബെൽറ്റ്, ബെയിലിംഗ് മെഷീൻ, വെയിങ് മെഷീൻ, ഇൻസിനേറ്റർ, ക്യാമറ എന്നിവ സ്ഥാപിച്ച് ഉന്നത നിലവാരത്തിലാണ് പ്രവർത്തിക്കുന്നത്. മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി പഞ്ചായത്തിലെ വാർഡുകളിൽ മിനി MCF സ്ഥാപിച്ചു. 37 അംഗങ്ങളടങ്ങിയ വിപുലമായ ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും പാഴ്വസ്തുക്കൾ ശേഖരിച്ച് വാഹനത്തിൽ MCFലെത്തിച്ച് തരം തിരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നു. വീടുകളിലും സ്ഥാപനങ്ങളിലും റിംഗ് കമ്പോസ്റ്റ്, ബക്കറ്റ് കമ്പോസ്റ്റ് എന്നിവയും പൊതുസ്ഥലങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ, ബിന്നുകൾ, ബോധവൽക്കരണ ബോർഡുകൾ എന്നിവ സ്ഥാപിച്ചു. ജലസംരക്ഷണത്തിന്റെ ഭാഗമായി പൊതുകിണറുകളുടെ പുനരുദ്ധാരണ പ്രവൃത്തി നടത്തി ശുദ്ധജല സംരക്ഷണം ഉറപ്പുവരുത്തി. കിണർ റീചാർജിംഗ് നടത്തുകയും വിവിധ വകുപ്പ് ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി കുളങ്ങളും തോടുകളും സൈഡ് കെട്ടി നവീകരിക്കുകയും ചെയ്തു. വിവിധ കുടിവെള്ള പദ്ധതികൾ നവീകരിച്ച് പ്രവർത്തനം സുഖകരമാക്കി. ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണവും പുനരുദ്ധാരണവും പ്രത്യേക ശ്രദ്ധ പുലർത്തി ചെയ്തുവരുന്നു. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും വീട് നൽകുന്നത് അന്തിമഘട്ടത്തിലാണ്. 9 കോടിയിലധികം രൂപ ചെലവഴിച്ച് വിവിധ ഭവന പദ്ധതികളിലായി 316 പേർക്ക് വീട് നൽകുന്നതിന് സാധിച്ചു. എൻ്റെ പേര് തുളസി. ലൈഫിൻ്റെ വീട് കിട്ടിയാണ്. വളരെ സന്തോഷത്തിലാണ്. 36 വർഷം വാടകയ്ക്കേനി. മോന് സുഖമില്ലാത്തതാണ്, ഭിന്നശേഷിയാണ്. പണിക്കൊന്നും പോകാൻ കഴിയില്ല. കടം വാങ്ങിയിട്ടാണ് ഞാൻ വീട് പൂർത്തീകരിച്ച് ഫസ്റ്റിൽ തന്നെ കുടിയിരിക്കൽ വെച്ച്. ഇവരൊക്കെ ഒന്നുണ്ടായിരുന്നല്ലോ. SC വിഭാഗത്തിലെ ഭൂമിയുള്ള ഭവനരഹിതരായ അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിച്ചത് വലിയ നേട്ടമായി കാണുന്നു. ജനറൽ വിഭാഗത്തിലെ രേഖകൾ ഹാജരാക്കിയ മുഴുവൻ ആളുകൾക്കും വീട് നിർമ്മാണത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. ഭൂരഹിത ഭവനരഹിതർക്ക് ഗ്രാമപഞ്ചായത്തിന്റെ കൈവശമുള്ള ഭൂമി വിതരണം ചെയ്ത് വീട് നിർമ്മാണത്തിന് ആവശ്യമായ നടപടി സ്വീകരിച്ചു വരുന്നു. എൻ്റെ പേര് ആഷിഖ്. ഞാൻ മാവൂർ ഗ്രാമപഞ്ചായത്ത് VEO ആണ്. ഞാൻ ഏകദേശം ഇവിടെ 3 വർഷത്തോളമായിട്ട് ഇവിടെ ഈ പഞ്ചായത്തിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ ലൈഫ് ഭവന പദ്ധതി പ്രകാരം നമ്മൾ നിരവധി വീടുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഭൂമിയും അതേപോലെ വീടും ഒരുമിച്ച് കൊടുത്തൊരു പ്രദേശമാണ് ഇവിടെ കോഞ്ഞാലിക്കോട്ടുമ്മൽ. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 13ഓളം കുടുംബങ്ങൾക്ക് നമുക്ക് വീട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ലൈഫിൻ്റെ വിവിധ പദ്ധതികളായിട്ട് 2ാം ഘട്ടത്തിൽ അതേപോലെ ഇപ്പോൾ ലൈഫ് 2020 എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 2020 ശേഷം അപേക്ഷ വിളിച്ച മൊത്തം ലിസ്റ്റിൽ ഏകദേശം ഒരു 440ഓളം ഗുണഭോക്താക്കൾ നമ്മളെ ഈ ലിസ്റ്റിലുണ്ടായിരുന്നു. അതിൽ ഏകദേശം ഒരു 275ഓളം പേർക്ക് നമുക്ക് വീടിന് എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഒരു 217 പേര് വീട് പൂർത്തീകരിച്ച് ആ കുടുംബം സുരക്ഷിതമായിട്ട് ഇപ്പോൾ താമസിച്ച് തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള വീടുകളുടെ പണി പുരോഗതിയിലാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ലൈഫിൽ ഇപ്പോൾ നിലവിലുള്ള ലൈഫ് 2020 ലിസ്റ്റാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൽ ജനറൽ വിഭാഗത്തിൽപ്പെട്ട ഭൂമിയുള്ള ഭവനരഹിതർ ലിസ്റ്റ് 229ഓളം ആളുകളാണുള്ളത്. അവരെ മുഴുവനും വീടിന് വേണ്ടിയിട്ട് എഗ്രിമെൻറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ബാക്കിയുള്ള ആളുകൾ, അവശേഷിക്കുന്ന ആളുകളെയും കൂടി എഗ്രിമെൻറ്റ് വെക്കുന്ന ഒരു പ്രോസസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. അതോടൊപ്പം നമ്മുടെ ലൈഫിൻ്റെ ഈ 2020 ലിസ്റ്റിൽ SC വിഭാഗത്തിലുണ്ടായിരുന്ന 78 പേരെയും നമ്മൾ അർഹതയുള്ള രേഖകൾ ഹാജരാക്കിയിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും നമ്മൾ എഗ്രിമെൻറ്റ് വെക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ ലൈഫ് 2020 തന്നെ ഭൂരഹിത ഭവനരഹിതരായിട്ടുള്ള 117ഓളം കുടുംബങ്ങളാണ് അപേക്ഷകരായിരുന്ന ലിസ്റ്റിലുണ്ടായിരുന്നത്. അവരെ നമുക്ക് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കുന്നമംഗലം ബ്ലോക്ക് പട്ടികജാതി വികസന വകുപ്പ് വഴി ഭൂമി ലഭ്യമാക്കിയ ഗുണഭോക്താക്കളെ നമ്മൾ വീടിന് എഗ്രിമെൻറ്റ് വെക്കാൻ നമുക്ക് കഴിഞ്ഞു. ബാക്കിയുള്ള ലിസ്റ്റിലുള്ള ആളുകളെയും ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും നമ്മുടെ പഞ്ചായത്തിൻ്റെ കൈവശമുള്ള മിച്ച ഭൂമികളുണ്ട്. ഇവിടെ ഏകദേശം തീർത്തക്കുന്ന്, അതേപോലെ ചെറുപ്പ, മലപ്പുറം ഭാഗത്തൊക്കെയുള്ള
ആ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഭൂമി കൂടി അവർക്ക് കൊടുത്ത് ആ ആളുകൾക്ക് കൂടി ഭൂമി ലഭ്യമാക്കിയതിന് ശേഷം ബാക്കിയുള്ളവരെ നമ്മൾ അവർക്ക് വീടും കൂടി കൊടുക്കാനുള്ള ഒരു പ്രവർത്തനത്തിലാണ് ഇപ്പോൾ മാവൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഉള്ളത്. ഏതായാലും പിന്നെ ഇത്രയും കുടുംബങ്ങൾക്ക് വാസയോഗ്യമായ വീടുണ്ടാക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. വനിത, അങ്കണവാടി, ഭിന്നശേഷി, വയോജന, തൊഴിലുറപ്പ് എന്നിവരുടെ സംഗമങ്ങളും കലോത്സവങ്ങൾ അതിവിപുലമായി നടത്താനും സാധിച്ചു. പാലിയേറ്റീവ് കെയർ രോഗികളുടെ സംഗമവും വിനോദയാത്രയും സംഘടിപ്പിച്ചു. ആരും തന്നെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ വിശന്നിരിക്കരുത് എന്ന ചിന്തയിൽ നിന്നാണ് ഇത്തരമൊരാശയം ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വെച്ചത്. പൊതുജനങ്ങളുടെ സഹായത്തോടെ മാവൂരിലെ വിവിധ ഹോട്ടലുകളിൽ നിന്ന് ഉച്ചയൂൺ നൽകുന്ന പദ്ധതിക്ക് വലിയ ജനപിന്തുണയാണ് ലഭിച്ചത്. കിടപ്പിലായ രോഗികൾക്ക് ആശ്വാസം നൽകുന്നതിനായി സൗജന്യമായി മരുന്ന് നൽകുന്നതാണ് പദ്ധതി. ടി രഞ്ജിത്ത്, മാവൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. പിന്നിട്ട് 5 വർഷങ്ങളിൽ മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ ഭരണസമിതി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഈ ഭരണസമിതിയുടെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ വലിയ പ്രതിസന്ധിയായി നമുക്ക് മുന്നിൽ കോവിഡ് എന്ന മഹാമാരിയോട് കൂടിയിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ഈ കോവിഡ് മഹാമാരി നേരിടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ ഫലപ്രദമായിട്ടുള്ള സംവിധാനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തിയിരുന്നത്. നമ്മൾ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം, അതുപോലെ തന്നെ നമ്മളുടെ വെർച്വൽ ക്ലിനിക്ക്, അതുപോലെ തന്നെ നമ്മളുടെ ഒരു കോവിനെറ്റ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് സംസ്ഥാനത്തിനാകെ മാതൃകയായിട്ട് പ്രവർത്തിച്ചു. അതുപോലെ തന്നെ നമ്മളുടെ അധ്യാപകരുടെ മറ്റ് ആളുകളുടെയും ഒക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള വിവിധ ക്ലിനിക്കുകൾ. അത്തരത്തിൽ ആ പ്രതിസന്ധിയെ നമ്മൾ മാവൂരിലെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ടാണ് നമ്മൾ നേരിട്ടിട്ടുള്ളത്. അത് വലിയ മാതൃക സൃഷ്ടിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു. അതുപോലെ തന്നെ വികസനം എന്നത് അതാത് കാലത്തെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കൂടി നേരിടുന്നതിന് കൂടി വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് നമുക്ക് കാണിക്കാൻ വേണ്ടി കൂടി സാധിച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് എടുത്തു പറയാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഭരണസമിതി കാലത്ത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൻ്റെ വികസനം, നമ്മുടെ സോളാറിൽ പ്രവർത്തിക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, അതേമാതിരി തന്നെ ഓഫീസിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, നമ്മളുടെ കൺവെൻഷൻ സെൻറ്ററിൻ്റെ വലിയ ആധുനികവൽക്കരണം തുടങ്ങി. അതുപോലെ തന്നെ നമ്മൾ ബഡ്സ് സ്കൂളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭിന്നശേഷി വിദ്യാർത്ഥികളെ ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ബഡ്സ് സ്കൂളിൻ്റെ വികസനത്തിന് വലിയ ആക്കം കൂട്ടിയിട്ടുണ്ട്. അവരുടെ കുടുംബത്തിന് ഒരു വരുമാനദായക പ്രോജക്റ്റ് എന്നുള്ള നിലയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പ്രോജക്റ്റ് അവിടെ കുട്ടികൾക്ക് തയ്യലും അതുപോലെ തന്നെ ചവിട്ടിയും അതുപോലെ തന്നെ ബാഗുകളും കുടകളുടെയും ഒക്കെ നിർമ്മാണത്തിൻ്റെ യൂണിറ്റുകൾ, ഇതെല്ലാം അവരെ നമ്മൾ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ള വിവിധ പദ്ധതികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പൊതുസമൂഹത്തിൻ്റെ കൂടി സഹായത്തോടു കൂടി ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പ്രഭാത ഭക്ഷണം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മാവൂരിലെ അംഗനവാടികളുടെ വികസനത്തിന് വലിയ ശ്രദ്ധ കൊടുത്തിട്ടുള്ള ഒരു ഭരണസമിതിയാണ് ഈ കാലത്തിൽ കടന്നുപോയിട്ടുള്ളത്. അംഗനവാടികൾ മുഴുവൻ ക്രാഡിൽ അംഗനവാടി ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി. സ്മാർട്ട് അംഗനവാടിയിലേക്ക് നമ്മൾ അംഗനവാടികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി അംഗനവാടികളുടെ ഒരു വലിയ വികസനം ഈ മേഖലയിൽ നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ് റൂം ഉൾപ്പെടെയുള്ള വിവിധ ക്ലാസ് റൂമുകൾ നമ്മളെ സ്മാർട്ടിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ നമ്മുടെ സർക്കാർ സ്കൂളുകളെ ആ നിലയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. അതുപോലെ തന്നെ പശ്ചാത്തല മേഖലയിൽ ഒരുപാട് റോഡുകൾ നമ്മൾ നമ്മളുടെ വലിയൊരു പ്രയാസം സൃഷ്ടിച്ച കാര്യം നമ്മളെ ജൽജീവൻ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വെട്ടിപ്പൊളിച്ചുകൊണ്ടിരിക്കുന്ന റോഡുകളൊക്കെ നമ്മളിപ്പോൾ പഞ്ചായത്തിൻ്റെ പദ്ധതി വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹായത്തോടു കൂടിയിട്ട് വിവിധ പദ്ധതികൾ നമ്മൾ വികസനത്തിന് വലിയ പദ്ധതികൾ നമ്മൾ തയ്യാറാക്കി. നമ്മളുടെ സൈക്ലോൺ ഷട്ടറുകൾ, നമ്മളെ ഈ പ്രളയത്തിന് ഏറ്റവും വലിയ പ്രശ്നം നേരിടുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് നമ്മൾ. പ്രളയകാലത്ത് നമുക്ക് താമസിക്കാനുള്ള ഒരു സെൻറ്റർ കൂടിയാക്കി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇത്തരം ഷെൽട്ടറുകൾ നമ്മൾ സ്ഥാപിച്ചു. അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടി നമ്മൾ പുതിയ മേഖലയിലേക്ക് കടക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് കുറുന്തോട്ടി കൃഷിയും അതുപോലെ തന്നെ പുഷ്പ കൃഷിയും അതുപോലെ തന്നെ നെൽകൃഷിയും ഒക്കെ തന്നെ നമ്മൾ വ്യാപകമാക്കി. വലിയ തോതിൽ നമുക്ക് നമ്മളുടെ കോട്ടക്കൽ ആയുർവേദശാലയ്ക്ക് നമ്മളുടെ കുറുന്തോട്ടി നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. ആ നിലയിൽ സംസ്ഥാനത്തിനാകെ ശ്രദ്ധയാർജിച്ച ഒരു പ്രവർത്തനം നമുക്ക് ആ മേഖലയിൽ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ വലിയ മാറ്റം ഈ കഴിഞ്ഞ 5 വർഷക്കാലത്ത് നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ നെൽകൃഷിയുടെ കാര്യത്തിൽ വലിയ തോതിൽ 10 ഹെക്ടറോളം പുതിയ സ്ഥലത്ത് നമുക്ക് കൃഷി ഇറക്കാൻ വേണ്ടി കഴിഞ്ഞു. അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയിലും മറ്റ് കൃഷിയിലും ഒക്കെ തന്നെ ഗണ്യമായ വർധനവ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. അതുമാത്രമല്ല, നമ്മുടെ കൃഷിഭവൻ
കോഴിക്കോട് ജില്ലയിൽ തന്നെ ആദ്യത്തെ സ്മാർട്ട് കൃഷിഭവനായിട്ട് നമ്മൾ മാറുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ടും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് കൂടി ചെലവഴിച്ചുകൊണ്ടാണ് ഈ തരത്തിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി സാധിച്ചത്. ആ നിലയിൽ വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ സമസ്ത മേഖലയിലും മാവൂരിൻ്റെ സമസ്ത മേഖലയിലും ഒരു വികസനം എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെച്ചത്. അതുപോലെ തന്നെ നമ്മളുടെ ഗ്രാമവനത്തിലേക്ക് ഗ്രാമവനം ഈ ചെറുപുഴയുടെ തീരത്ത് ഉള്ള 2.8 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമവനത്തിലേക്ക് ഒരു വഴി ആക്സസ് ഇല്ലാത്തൊരു പ്രതിസന്ധി നമ്മളുടെ മുന്നിലുണ്ടായിരുന്നു. അത് തരണം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ജില്ലാ സർവേയുടെ നേതൃത്വത്തിൽ സർവേ നടത്തുകയും ഗ്രാമവനത്തിൻ്റെ കൃത്യമായ അതിര് നിർണ്ണയിക്കുന്നതിന് ഉൾപ്പെടെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാവൂരിൻ്റെ ഭാവി വികസനത്തിൽ, ടൂറിസം വികസനത്തിൽ ഉൾപ്പെടെ ഇത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ മാവൂർ ഗ്രാസിമുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നമ്മൾ ഏത് കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഗ്രാസിം ഭൂമി മാവൂരിലെ ആളുകൾക്ക് അവകാശപ്പെട്ടതാണ്. ഗ്രാസിം ഭൂമിയിൽ പുതിയൊരു സംരംഭം, ഒരു വ്യവസായ സംരംഭം വരിക എന്നുള്ളത് മാവൂരിലെ ഏതൊരാളുടെയും പ്രതീക്ഷയും സ്വപ്നവുമാണ്. അതിനുവേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ തന്നെ നടത്തിയിട്ടുണ്ട്. ഇനിയും വരും നാളുകളിലും അതിൻ്റെ പ്രവർത്തനത്തിന് ആക്കം കൂട്ടുന്ന രൂപത്തിലേക്കുള്ള അവിടെ ഒരു വ്യവസായ സംരംഭം വരുന്ന രൂപത്തിലേക്ക് നമുക്ക് മാറേണ്ടതുണ്ട് എന്ന് അത്തരത്തിൽ മാവൂരിനെ സമഗ്രമായി വികസനത്തിൻ്റെ കുതിപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മൾ ഈ പിന്നിട്ട കാലങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്നത്.